അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ഈദ് ട്രഷർ ഹണ്ട് അതിൻ്റെ ഏറ്റവും ആവേശകരമായ ഒരു സമയത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണി. 4 മണിക്ക് നിങ്ങൾ കാത്തിരിക്കുന്നത് 4ാമത്തെ ചോദ്യമാണെന്നറിയാം. കുട്ടികളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് കുടുംബയാത്രകളും മറ്റൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒരു ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടാവും. ചിലരൊക്കെ ചില സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചില യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ബീച്ചിലൊന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് പോവുക, ഇവിടെ ഒന്ന് പോവുക, അങ്ങനത്തെ യാത്രകളിലായിരിക്കും. പാർക്കുകളിലും മറ്റൊക്കെ പോയിട്ടുണ്ടാകും. ഏതായിരുന്നാലും ചില കുട്ടികളൊക്കെ ചിലപ്പം ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകും. വീട്ടുകാർക്കൊക്കെ ഇന്നലത്തെ അടുക്കളപ്പണികളും ഇന്നലത്തെ മറ്റേ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില ക്ഷീണം കൊണ്ടൊക്കെ ചില ആൾക്കാരൊന്ന് വിശ്രമിക്കുന്നൊക്കെ ഒരു സമയമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു 4 മണിയുടെ ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 4 മണിയുടെ ചോദ്യം. 4ാമത്തെ ചോദ്യം, സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനലിലെ പാരൻറ്റിംഗ് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ലഭ്യമാണ്? ഇതാണ് 4ാമത്തെ ചോദ്യം. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനലിലെ പാരൻറ്റിംഗ് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ലഭ്യമാണ്? നമ്മുടെ നാട്ടിൽ ഈ പാരൻറ്റിങ് എന്നത് സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചു പോകേണ്ടതാണ് എന്നൊരു ധാരണ ഉള്ളൊരു നാടാണ് നമ്മുടേത്. ശരിക്ക് പല ഇടങ്ങളിലൊക്കെ ഇത് ഭയങ്കര ശ്രദ്ധയോടുകൂടെ ചെയ്യുന്ന, അതായത് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് വലിയ കോഴ്സൊക്കെ ആയിട്ട് പഠിക്കുന്ന ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത് അങ്ങനെ കാണാറില്ല. ആളുകളത് ഒരു ലാഘവത്തോടു കൂടിയാണ് ആ വിഷയം, ഒരു സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചു പോകേണ്ട കാര്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ അതൊക്കെ കാണാം. നമ്മുടെ ജനറേഷൻ ആൽഫ, അതുപോലെ തന്നെ ജെൻസി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വിവിധ ജനറേഷനിലുള്ള കുട്ടികൾ വരുമ്പോൾ അവരുടെ വൈബ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കൽ അനിവാര്യമായിട്ടുള്ള കുട്ടികളെ തിരിച്ചറിയാതെ എങ്ങനെയാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ അത്തരം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സഹായിയായിരിക്കും സ്നേഹക്കൂട് എന്നുള്ളതാണ്. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീമിനൊക്കെ പോലെയുള്ള ആളുകൾ അവരുടെയൊക്കെ ജീവിത പാഠങ്ങൾ കൂടെ ഉൾപ്പെടുത്തി തികച്ചും പ്രാമാണികമായി, യുക്തിപരമായി, പ്രാക്ടിക്കലായി എങ്ങനെ കുട്ടികളോട് ഇടപെടാം എന്നുള്ളത് വിശദീകരിക്കുന്ന നിരവധി സെഷനുകൾ, നിരവധി ആളുകളുടെ സംശയങ്ങൾക്ക് പ്രായോഗികമായ ഉത്തരങ്ങൾ നൽകിയതൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരമായി രക്ഷിതാക്കൾ കാണണമെന്നുകൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ഉത്തരം കിട്ടാതെ എവിടുന്നാണ് കിട്ടുക എന്ന് ആലോചിക്കുന്നുണ്ടാവും. യൂട്യൂബിൽ എവിടെ എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിലെത്താനുള്ള വഴി പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ കാണാൻ കഴിയും. നിങ്ങൾ അതിൽ കയറുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. പീസ് റേഡിയോയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർന്ന് സ്നേഹക്കൂട് ചാനലുണ്ട്. അൽ ഇജാബ, നമ്മുടെ നിത്യജീവിതത്തിലെ നിരവധി സംശയങ്ങൾക്ക് പ്രാമാണികമായി ഉത്തരം ലഭ്യമാകുന്ന അൽ ഇജാബ ചാനൽ, അത് യൂട്യൂബ് ചാനലായി തന്നെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ആരോഗ്യരംഗത്ത് സമയബന്ധിതമായ നിർദ്ദേശങ്ങൾ കിട്ടുക എന്നുള്ളത്. ആരോഗ്യ വിചാരം എന്ന പേരിലും നമുക്ക് പീസ് റേഡിയോയുടെ കീഴിൽ പ്രത്യേകം ചാനലുണ്ട്. ഈ 4 ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാം, ജീവിതത്തിൽ മതപരമായി വരുന്ന സംശയങ്ങൾ തീർക്കാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും കണ്ടെത്താൻ കഴിയുന്ന സർവ്വ നിർദ്ദേശങ്ങളും ലഭ്യമാകുന്ന സ്നേഹക്കൂടിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. പീസ് റേഡിയോ എന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി നിലകൊള്ളുകയും ചെയ്യും. ആ അവസരം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉത്തരം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെ സ്നേഹക്കൂട് പ്ലേലിസ്റ്റിലേക്ക് ചെല്ലുക. അതിൽ പാരൻറ്റിംഗ് വിഭാഗത്തിൽ എത്ര സെഷനുകളാണുള്ളത് എന്നതാണ് ഉത്തരമായി എഴുതേണ്ടത്. 4 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ നമ്മുടെ നിധിയിലേക്ക് എത്താൻ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. പക്ഷേ നിധിയിലേക്ക് ചോദ്യങ്ങൾ മുഴുവൻ കാത്തു നിൽക്കാതെ തന്നെ ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പറയാൻ നമുക്ക് സമയമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. ആ നിധി നമ്മൾ വെളിപ്പെടുത്തുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. നിധി ഇന്നതാണ് എന്ന് നിങ്ങൾ അയക്കുന്ന ഏറ്റവും അവസാനത്തെ ഉത്തരം ഏതാണോ അതാണ് നമ്മൾ പരിഗണിക്കുക. അതുവരെ നിങ്ങളുടെ ഇതായിരിക്കാം എന്നുള്ള നിലക്ക് നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ എന്നുകൂടെ അറിയിക്കുകയാണ്. ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു ഈദ് ട്രഷർ ഹണ്ടിനെ കുറിച്ച് കേട്ട് ഓടി വന്ന് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ പീസ് റേഡിയോ തുറന്ന് ഈ ട്രഷർ ഹണ്ട് എന്ന വിൻഡോയിൽ കയറി രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴും നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമയം നഷ്ടപ്പെടുത്താതെ ഇതിനോടൊപ്പം തന്നെ വരിക. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യവുമായി നമ്മൾ
5 മണിക്ക് ചേരും. അവസാനത്തെ ചോദ്യം 5 മണിക്കായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു സമയത്ത് എല്ലാവരും വന്ന് കൃത്യമായിട്ട് ഉത്തരം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.